വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് എല്ലാവരും അറിയേണ്ട ഒരു കാര്യം കൂടിയാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് ഈ വാർത്ത ന്യൂസ് ഇന്ത്യ മലയാളം ചെയ്യുന്നത്. എന്താണ് ഈ വാർത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊൽക്കത്തയിൽ നടന്ന ഒരു സംഭവമാണ്. നമ്മളെല്ലാം ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് ഡേറ്റിംഗ് ആപ്പുകൾ ഇപ്പോൾ കൂണുകൾ പോലെ പൊട്ടിമുളയ്ക്കാറുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഡേറ്റിംഗ് ആപ്പുകൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചിലർ പ്രണയ പങ്കാളികളെ കണ്ടെത്താനായിരിക്കും ഉപയോഗിക്കുന്നത്, ചിലർ തട്ടിപ്പ് നടത്താനായിരിക്കും ഉപയോഗിക്കുന്നത്, മറ്റു ചിലർ ചില അസാൻമാർഗിക പ്രവർത്തനങ്ങൾ നടത്താനായിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അത്തരത്തിൽ ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി തട്ടിപ്പ് നടന്ന വിഷയമാണ് പുറത്തു വരുന്നത്. ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. കാരണം നിങ്ങൾ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇത്തരം തട്ടിപ്പുകളിൽ പോയി വീഴരുത്. പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും കൊൽക്കത്ത സ്വദേശിയായ യുവാവിൻ്റെ കാര്യത്തിൽ പ്രണയത്തിന് കണ്ണും മൂക്കുമില്ലാത്തൊരു ബില്ലാണ് ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡേറ്റിംഗ് ആപ്പായിട്ടുള്ള ബംബിൾ വഴി പരിചയപ്പെട്ട സുന്ദരിയെ നേരിട്ട് കാണാനായിട്ട് യുവാവ് പോയതാണ്. ബംബിൾ വഴി ഈ സുന്ദരിയെ പരിചയപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഡേറ്റിംഗ് തട്ടിപ്പ് ഓൺലൈനിലൂടെ പരിചയപ്പെട്ട് പ്രണയിക്കുന്ന കമിതാക്കളെ ഇയാൾക്കുണ്ടായ അനുഭവം ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ബംബിളിലൂടെ പരിചയപ്പെട്ട യുവതിയുമായി യുവാവ് അടുത്ത സൗഹൃദത്തിലായി. നേരിട്ട് കാണാവുന്ന യുവതിയുടെ നിർദ്ദേശമനുസരിച്ച് കപ്പിൾ കഫേ സോൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കൂടിക്കാഴ്ച ഇവർ നടത്തി. ആദ്യത്തെ ഡേറ്റ് ആയതുകൊണ്ട് തന്നെ യുവാവ് വലിയ പ്രതീക്ഷയോടെ യുവതിയെ കാണാനായിട്ട് ചെന്നു. 2 കപ്പ് കോഫി കുടിച്ചു. ഒരു ഹുക്ക വാങ്ങിച്ച് വലിച്ച് ഇരുവരും സംസാരത്തിൽ ലയിച്ചിരിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ ബില്ല് വന്നപ്പോഴാണ് ഈ യുവാവിൻ്റെ കണ്ണ് തള്ളിപ്പോയത്. അതോടുകൂടി സാഹചര്യം മൊത്തത്തിൽ മാറി. ഈ ബില്ല് വന്നതോടുകൂടി ഈ ബില്ലിൽ ഇവർ ഓർഡർ ചെയ്യാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. 8500 രൂപയാണ് ബില്ല് വന്നത്. യുവാവിൻ്റെ കയ്യിൽ അത്രയ്ക്ക് പൈസ ഇല്ലായിരുന്നു. യുവാവ് എങ്ങനെ ഇത് വന്നു എന്ന് ചോദിച്ചപ്പോൾ യുവതിയെ കാണാനില്ല. അവിടെ നിന്നിരുന്ന റെസ്റ്റോറൻറ്റിലെ ജീവനക്കാർ പിന്നീട് ഗുണ്ടകളെ പോലെ തന്നെ വളഞ്ഞ് പൈസ അടച്ചിട്ട് പോയാൽ മതി എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് അവിടെ നടന്നത്. അവസാനം യുവാവിന് പൈസ അടച്ച് തടിയുടേണ്ട ഗതികേട് വന്നു. ശേഷം യുവാവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോഴാണ് ഇതെല്ലാവരും അറിയുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇത് കൊൽക്കത്തയിലെ മാത്രം സംഭവമല്ല, എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പോയി തലവെച്ച് കൊടുക്കുന്നതിന് മുമ്പേ ആലോചിക്കുക ഇത് ജെന്യുവിനാണോ അല്ലയോ എന്നുള്ളത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.